പറഞ്ഞു വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും സൗഖ്യം ഉണ്ടാകട്ടെ എന്ന്. എന്തൊക്കെയാ അത് എവിടുന്നത്? അത് ഏത് വാക്കാണ്? വഴിപ്പെട്ടവരും വഴിപ്പെടാത്തവരും. മഹബൂബേ ഒരു കുറച്ചു നാൾ മുമ്പാണ് നമുക്കിത് അറിയില്ല. ഇന്നിപ്പോ ടീച്ചറിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ഭാഷ കൃത്യമായിട്ട് ഡിക്ഷണറി ഇല്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ടീച്ചർ പറഞ്ഞു, ടീച്ചർ അത് കൃത്യമായിട്ട് ടീച്ചർ അതിന്റെ വ്യാകരണവും അതിന്റെ നിഘണ്ടു നോക്കി പഠിച്ചിട്ടുള്ള ആളാണ്, പാരമ്പര്യമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. ഇന്നിന്റെ ടെക്നോളജിയുടെ ഈ ലോകത്ത് ഇതുപോലെ ആരെ പറ്റിക്കാൻ പറ്റുവരില്ല? ഇല്ലാത്ത അർത്ഥമൊക്കെ പറഞ്ഞ ആരെയാണ് ഇവര് പറ്റിക്കാൻ നോക്കുന്നത്? ഫിഗേറി വന്ന് പറഞ്ഞു തന്നാൽ ഇനി അബ്ദു താഴെ ഇരിക്കുന്നു, നഹാസ് ഉണ്ട്, ലൈഫിന്റെ പേര് വിളിച്ച ആൾ ഓടി മെഹബൂബ് അപ്ഡേറ്റ് മെഹബൂബിനെ എവിടുന്നത് കിട്ടിയത്? വഴിപ്പെട്ടവരുടെ മേലും വഴിപ്പെടാത്തവരുടെ മേലും എന്നൊക്കെ അത് എവിടുന്നത്? അത് ഏത് ഭാഗത്താണ് കിടക്കുന്നത് മെഹബൂബ അതിന്റെ വാക്ക്? നമുക്ക് പഠിപ്പിക്കുന്നതേ മദ്രസകളിലൊക്കെ പഠിപ്പിക്കും. ആ മദ്രസയിൽ ഖുറാനല്ലല്ലോ പഠിപ്പിക്കുന്നത്, വേറെ എന്തോ അല്ല പഠിപ്പിക്കുന്നെന്ന് തോന്നുന്നു. എനിക്കൊരറിയാം, ബിസ്മില്ലാഹി റഹ്മാനി അർമാനി. ഓക്കെ, ഞാനേ ഗസ്റ്റ് വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയത്. ഓക്കെ, താങ്ക് യു. പോവല്ലേ? ഇപ്പൊ വംശാസം സംഭവിച്ചോണ്ടിരിക്കുകയാണ്. ഈ സത്യവ്രത മലപ്പുറത്തുള്ള 10 സെന്റ് സ്ഥലം കൊടുത്തിട്ട് കുറച്ച് ആളെ സ്ഥിരമായിട്ട് കാശ് കൊടുത്ത് നിർത്തിയാലോ? ഒന്നുമില്ല, അവരെ മാത്രമേ ഡിഫെൻഡ് ചെയ്യണം രാവിലെ വൈകുന്നേരം വരെ. ഇപ്പൊ നിസുവിനെ കാണുന്നില്ല, ഫഹദിനെ കാണുന്നില്ല. എന്തായാലും ഈ നഹാസ്ക എക്യുബ്രന്റെ റൂമിൽ കയറി വരേണ്ടതാണല്ലോ, എന്താ വരാത്തെ? നഹാസ്ക അദ്ദേഹത്തിന്റെ പിഞ്ചു ഹൃദയത്തെ ആരോ വേദനിപ്പിച്ചെന്ന് പറഞ്ഞു. അബ്ദുക്ക കയറിയത് അല്ല, നഹാസ് എന്നോട് വിഷമത്തിലാണ്, ഞാൻ ഉള്ളപ്പോ വരില്ലെന്നോ. ഇന്നലെ പക്ഷെ മിണ്ടിയിട്ട്. സത്യൻ ഭായി, ഹലോ സത്യൻ ഭായി. ആ പറയൂ. നമ്മളെ ഗസ്റ്റ് വന്നത് ഞങ്ങളെ ഖത്തീബാണ്, പള്ളിയിലെ ഖത്തീബ്. അദ്ദേഹം അതിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ കൊടുക്കാൻ പറ്റും. റഹ്മത്തുല്ലാഹിനെ കുറിച്ച് പറയുന്നത്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. ഖത്തീബേ നമസ്കാരം. നമസ്കാരം. ഞാനിവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഭക്ഷണം കഴിച്ചു. നിങ്ങൾ ലൈവാണ്, മനസ്സിലായോ? ഇപ്പൊ ലൈവാണ്, ലൈവ്. ഓക്കെ ഓക്കെ. പിന്നെ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് പറഞ്ഞാല് ലോകർക്കൊക്കെ അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് അയച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. അനുഗ്രഹമായിട്ട്, അതുപോലെ കാരുണ്യമായിട്ട് എന്നൊക്കെയാണ് അതിന് നമ്മൾ അർത്ഥം പറയാനുള്ളത്. അതല്ല, നമ്മൾ ആ ഖുർആൻ ആയത്തിന്റെ ഒന്നാമത്തെ ഫാത്തിഹയിലെ യൂസഫ് താഴെ പോയിരുന്നു. യൂസഫോട് താഴെ പോയി വെറുതെ നേരങ്ങളെ വന്നിരിക്കുന്നു. അങ്ങനെ എനിക്ക് നിങ്ങൾ മുമ്പ് നടത്തിയ ഈ ചർച്ചകളൊന്നും അറിയില്ല. ഞാനിപ്പോ വന്നപ്പോ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു റഹ്മത്തുൽ ആലമീന്റെ അർത്ഥം വേണ്ടി പറയാൻ പറഞ്ഞു. അല്ല, അത് ടീച്ചർ ഇവിടെ മെഹബൂബ് പറഞ്ഞ അർത്ഥവും ടീച്ചർ വേറെ ശരിക്കുള്ള അർത്ഥവും പറഞ്ഞു. അപ്പോഴാണ് നിങ്ങളെ കൊണ്ടുവന്നത് മെഹബൂബ്. ടീച്ചറെ കേൾക്കാമോ? കേൾക്കാം. അതായത് 21-ാം അധ്യായമായ ഖുർആനിലെ 07 വചനത്തിൽ അല്ലാഹു പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വമാ ഇല്ല അർസൽനാ, നാം അയച്ചിട്ടില്ല, ക നിന്നെ, റഹ്മത്തൻ കാരുണ്യമായിട്ടല്ലാതെ, ലിൽ ആലമീൻ ലോകജനങ്ങൾക്ക്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം, കാരുണ്യമായിട്ടല്ലാതെ പ്രവാചകനെ അയച്ചിട്ടില്ല എന്നാ പറയുന്നത്. 21-ാം അധ്യായം 7-ാമത്തെ വചനം. നീ
റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം, അനുഗ്രഹം. ഈ ലോകത്തിന് കാരുണ്യം അനുഗ്രഹമൊക്കെ ആയിട്ടാണ് പ്രവാചകൻ അയച്ചത്. അതാണ് അതിന്റെ സത്യം. എനിക്ക് ഡിക്ഷണറി മീനിങ് ആണ് വേണ്ടത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റഹ്മത്ത് എന്നാൽ എന്താണ്? അതാണ് ഇവിടുത്തെ സംശയം. മറ്റ് പല അർത്ഥങ്ങളുണ്ട്. അത് അവസരോചിതമായിട്ട് ഇങ്ങനെ മാറും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ഉണ്ട്, കാരുണ്യം ഉണ്ട്. നമ്മള് ഒരു വിഷയത്തിന് ഇപ്പോ അറബിയിൽ തന്നെ ഐന് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നർത്ഥമുണ്ട്, സ്വർണം എന്നർത്ഥമുണ്ട്, വാള് എന്നർത്ഥമുണ്ട്. അതൊക്കെ അവസരോചിതമായിട്ട് ഇങ്ങനെ വരും. ഇതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ട് അങ്ങനെ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളൊക്കെ. അതിപ്പോ എല്ലാ ഭാഷയിലും ഉണ്ടല്ലോ. ലറബ എന്ന വാക്കിന് അറബിയില് 40 അർത്ഥങ്ങളുണ്ട്. ലറബ എന്ന വാക്കിന് ഉസ്താദ് അടുത്തുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. 40 അർത്ഥങ്ങളുണ്ട്. മാനം മലയാളത്തിലും അതുപോലെയൊക്കെ അർത്ഥമുണ്ട്. നമ്മളിപ്പോ 2 വചനങ്ങൾ പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയിലെ 3-ാമത്തെ വചനവും 2 21-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനവും. ഈ വചനത്തിൽ വരുന്ന അർത്ഥമല്ലേ നമ്മളിപ്പോ സംസാരിക്കുന്നത്? അല്ല, ഫാത്തിഹയിൽ വന്നത് അർ-റഹ്മാൻ റഹീം, അത് അള്ളാഹുവിന്റെ വിശേഷനാണ്. ഹലോ, കേക്കണ്ട് ഉസ്താദേ, കേക്കണ്ട്. അർ-റഹ്മാൻ റഹീം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ വിശേഷനാണ്. ഈ അർ-റഹ്മാൻ എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കൊക്കെ അള്ളാഹു താല ഗുണം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവൻ എന്നൊക്കെയാണ് അർത്ഥത്തിൽ ആ വിശേഷണം. റഹീം എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്ക് മാത്രം അള്ളാഹു താല ഖിയാമത്ത് നാളില് ഗുണം ചെയ്തു കൊടുക്കും. അതാണ് റഹീമിന്റെ അർത്ഥം. ഉസ്താദെ ക്ഷമിക്കണം, ഇടയ്ക്ക് കയറി ഇടപെടുന്നത് കൊണ്ട്. ഈ വഴിപ്പെട്ടവർ വഴിപ്പെടാത്തവർ ഇത് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ അർത്ഥം? ഒരു പദം, അതായത് മാലിയായ പദത്തിന് അലിഫ്ലാം ചേർക്കുമ്പോൾ ഇത്രയൊക്കെ അർത്ഥമുണ്ടോ അതിനകത്ത്? വഴിപ്പെട്ടവർ വഴിപ്പെടാത്തവർ അങ്ങനെ അർത്ഥമുണ്ടോ? ഇത് നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാരാണ്. ഈ ഖുർആനിന്റെ ഓരോ വാക്കുകളും അതുപോലെ ഓരോ ആയത്തുകളൊക്കെ കൃത്യമായി പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാരാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മുഫസ്സിരീങ്ങൾ എന്ന് പറയും, തഫ്സീറിന്റെ പണ്ഡിതന്മാര്. അഡ്മിന്മാർ പ്ലീസ് ഒന്ന് ഇടപെടണം. ഇങ്ങനെയല്ല, എന്നുള്ളതിന്റെ ഇത് തെറ്റാണ്. ഇദ്ദേഹം പറയുന്ന അർത്ഥം തെറ്റാണ്. മുഫസ്സിറുകൾ പറഞ്ഞു തന്നു എന്നതല്ല, ഏതെങ്കിലും ഒരു ഭാഷാ സഹായി വെച്ചിട്ട് ഒരു തഫ്സീർ വെച്ചിട്ട് നിങ്ങൾ തെളിയിക്കണം. അതായത് ഒരു പദം, ഇപ്പം നമ്മൾ പിന്നെ റഹ്മാൻ എന്ന പദം എടുക്കുന്നു, അതല്ലെങ്കിൽ റഹീം എന്ന പദം എടുക്കുന്നു. അർ-റഹ്മാൻ, ഈ റഹ്മാൻ എന്നതിന് അലിഫും ലാമും ചേർക്കുമ്പോൾ വഴിപ്പെട്ടവർ എന്ന അർത്ഥം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? റഹീം വഴിപ്പെടാത്തവർ എന്ന അർത്ഥം എവിടെ നിന്ന് കിട്ടി? ഏതു മൻഹല്, ഏതു മുൻജിദ്, അതല്ലെങ്കിൽ ഏത് സീബവൈഹി പറഞ്ഞു എന്നൊന്ന് പറഞ്ഞു തന്നാ മതി. എന്നാ പിന്നെ അതുപോലെ നമുക്ക് നോക്കാമല്ലോ. ഖുർആൻ എന്ന് പറഞ്ഞാല് ഖുർആനിന്റെ വിശദീകരണമായിട്ടാണ് ഹദീസ് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വന്നിട്ടുള്ളത്. അപ്പൊ നബിതങ്ങളുടെ ഹദീസുകളിൽ നിന്നും നബിതങ്ങളെ പിൻപറ്റിയ സ്വഹാബത്തിന്റെ വാക്കുകളിൽ നിന്നൊക്കെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്, അർ-റഹ്മാൻ റഹീം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനം തെളിവ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അയച്ചുതരാം. അഡ്മിന്മാർ പ്ലീസ് ഒന്ന് ഇടപെടണം. നമ്മൾ സംസാരിച്ച വിഷയം ഇതല്ല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യവാൻ, റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി. അതിനകത്ത് ഒരു അലിഫും ലാമും ചേർക്കുമ്പോൾ വഴിപ്പെട്ടവർ. മറ്റത് അർ-റഹീം, അലിഫും ലാമും റഹീമിന് ചേർത്തപ്പോൾ വഴിപ്പെടാത്തവർ. പ്ലീസ് എനിക്ക് ഞാനൊന്ന് സംസാരിക്കട്ടെ. എനിക്ക് അവർക്ക് മനസ്സിലായിട്ടില്ല, ഗ്രൂപ്പിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണമല്ലോ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. റഹ്മാൻ എന്ന പദത്തിന് അലിഫും ലാമും ചേർത്തപ്പോൾ പ്ലീസ് റഹ്മാൻ എന്ന പദത്തിന് അലിഫും ലാമും ചേർത്തപ്പോൾ വഴിപ്പെട്ടവർ എന്ന അർത്ഥവും റഹീം എന്നതിന് അലിഫും ലാമും ചേർത്തപ്പോൾ വഴിപ്പെടാത്തവർ എന്ന അർത്ഥവും എവിടെ നിന്ന് കിട്ടി എന്നതാണ് ചോദ്യം. പറഞ്ഞത് ഇത് മുഫസ്സിരീങ്ങൾ തഫ്സീർ കൃത്യമായി പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തന്നതാണ്. അഡ്മിൻ ഒന്ന് ഇടപെടൂ പ്ലീസ്. അടുത്തുനിന്നാണ് സ്വഹാബത്തിന് കിട്ടിയത്, നബിതങ്ങളുടെ അടുത്തുനിന്നാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ അർ-റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ അർത്ഥം കരുണാനിധി കരുണാവാൻ എന്നുള്ള അർത്ഥം തന്നെ തെറ്റാണ്. അത് അറബിയിൽ ശരിക്ക് നമ്മൾ ഉസ്താദുമാര് പറയാറുള്ളത്
റഹ്മാന് റഹീമിനൊന്നും ഒരിക്കലും കരുണാനിധി കരുണാവാൻ അർത്ഥം പറയാനേ പറ്റൂല, അങ്ങനെ അർത്ഥം കൊടുക്കാനേ പറ്റൂല. കാരണം റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പറയണമെന്നാണ്. അതായത് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു താല ഗുണം ചെയ്യുന്നവൻ എന്ന് തന്നെ പറയണം. റഹീം എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു താല ഗുണം ചെയ്തു കൊടുക്കുന്നവൻ. അത് കരുണാനിധി കരുണാവാനി എന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റൂല എന്ന് നമ്മൾ ഉസ്താദുമാര് പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ്, ശേഷം സംസാരിക്കാം. ഓക്കെ. അതായത് അഡ്മിന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഇവര് രണ്ടുപേരും പറഞ്ഞത് തെറ്റാണ്. പ്രത്യേകിച്ച് ഉസ്താദിന് കാര്യങ്ങൾ അറിയില്ല. അതായത് ഭാഷാപരമായിട്ട് തെറ്റാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഇദ്ദേഹം കേട്ടാലും കേട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അറബി ഭാഷാശാസ്ത്രപരമായിട്ട് അർത്ഥത്തിൽ റഹ്മാൻ റഹീം എന്നീ പദങ്ങൾക്ക് വഴിപ്പെട്ടവർ എന്നും വഴിപ്പെടാത്തവർ എന്നും അർത്ഥമില്ല. ഒരു ഹദീസ് കൊണ്ടും ഒരു ഖുർആൻ പരിഭാഷ കൊണ്ടും ഇവർക്ക് ഇത് തെളിയിക്കാൻ പറ്റില്ല. അതായത് റഹ്മാൻ എന്ന പദത്തിലേക്ക് അലിഫും ലാമും ചേരുമ്പോൾ അതൊരു സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു വിശേഷണത്തിന്റെ പൂർണ്ണതയെ മാത്രമാണ് കാണിക്കുന്നത്. അതായത് ഒരു സ്വഭാവത്തിന്റെ പൂർണ്ണതയെ, സകല സൃഷ്ടികൾക്കും ജാതിമത ഭേദമന്യേ അളവറ്റതും സർവ്വവ്യാപിയും അങ്ങനെയൊന്നും ഭാഷാപരമായിട്ട് അതിനർത്ഥം കിട്ടില്ല. ഒരു സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള പദം, ഏറ്റവും നല്ല കാരുണ്യം, അതല്ലെങ്കിൽ ഏറ്റവും കാരുണ്യത്തിന്റെ എക്സ്ട്രീം ലെവൽ, അങ്ങനെയൊക്കെ മാത്രമേ കിട്ടൂ. ഇനിയും റഹീം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായത്, സ്ഥിരതയുള്ളത്, അങ്ങനെയൊക്കെയാണ് ഒരു കാരുണ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഇത് സ്പെസിഫൈ ആയിട്ട് സൂചിപ്പിക്കാറുള്ളത്. അതായത് ഇവര് പറയുന്നത് പോലെ വഴിപ്പെട്ടവർ വഴിപ്പെടാത്തവർ ഇതൊക്കെ ഭാഷാപരമായിട്ട് തെറ്റാണ്. കാരണം മെഹബൂബിന് തെറ്റിയത് കൊണ്ട് മെഹബൂബ് ഉസ്താദിനെ വിളിച്ചുകൊണ്ട് വന്നു. അതായത് ഉസ്താദിനെയും കൂടി അടുത്തിരുത്തിയിട്ടാണ് മെഹബൂബ് ഇതുവരെ ചർച്ച ചെയ്തത്. ഉസ്താദ് വന്നിട്ട് ഇവര് പറഞ്ഞു, ആ പുസ്തകത്തിൽ പറഞ്ഞു, മുഫസ്സിറുകൾ പറഞ്ഞു, ഹദീസുകളിൽ പറഞ്ഞു എന്നതല്ലാതെ ഭാഷാപരമായിട്ട് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒരു പദത്തിന്റെ കൂടെ, അതൊരു നാമമാകട്ടെ, വിശേഷണമാകട്ടെ, അതല്ലെങ്കിൽ ഒരു മാലിയായിട്ടുള്ള ഒരു പദമാകട്ടെ, അതിന്റെ കൂടെ അലിഫും ലാമും ചേരുമ്പോൾ എന്ത് വിശേഷണമാണ് വരുന്നത് എന്ന് പറയാൻ ഉസ്താദിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അത് അറിയില്ല. അദ്ദേഹത്തിന്റെ കുറ്റമല്ല കേട്ടോ, അറിവില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിന് അത് അറിയില്ല. അദ്ദേഹം പറഞ്ഞത് അവിടെ ഇവിടെ മറ്റിടത്തും ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ പോയത്. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ആദ്യം ശരിയായില്ലേക്കും ബ്രദറെ? 99% മുസ്ലിങ്ങൾക്കും ഈ വേഷം കെട്ടി ഈ പേരുമായിട്ട് നടക്കുന്നു എന്നതല്ലാതെ ഇവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവർക്ക് ഇതിന്റെ അർത്ഥങ്ങൾ അറിയില്ല. ഇത്രയും കാലമായാലും ഞാൻ എത്ര കൊല്ലങ്ങളായി ഇവരോട് സംവാദത്തിന് ചാലഞ്ച് ചെയ്യുന്നു. എന്താണ് ഇവർ വരാത്തത്? ഇവരിങ്ങനെ അറബി ഭാഷയും പദങ്ങളും കൊണ്ടുവന്നാൽ ഞാൻ അവിടെ അവരെ പിടിച്ചു കെട്ടും. ഇവർക്ക് പറ്റില്ല. ഒരു രൂപത്തിലും ഒന്നും പറഞ്ഞ് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒഴുക്കൻ മട്ടില് ഉസ്താദിനെ കൊണ്ടുവന്നതാണ് മെഹബൂബ് നമ്മളെ ഒന്ന് മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട്. ഇല്ല കേട്ടോ, അങ്ങനെ റഹ്മാനിനും റഹീമിനും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അർത്ഥം ഇല്ല.